my batchmate, still silent. I hope he is the same Mridul. Mr. Muthusamy. Now Hello. you can. Now anyone can. Yes, Mridul, go on. Now anyone can unmute themselves Mridul, and speak. go on. Hi, hello. ഞാൻ മൃദുൽ ബോട്ടണിയില് അവിടെ കോളേജ് പഠിച്ചാണ്. എന്തായാലും സന്തോഷം. ഇങ്ങനെ എല്ലാരും എല്ലാരും പറഞ്ഞ പോലെ എന്റെ കൂടെ പഠിച്ച ആൾക്കാർ ഇപ്പൊ അനിലൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ എന്റെ സീനിയേഴ്സ് ഒക്കെയാണ്. ഞാൻ ബേസിക്കലി നല്ല പുള്ളിക്കാരനാണ്. ഇപ്പോ എറണാകുളത്ത് സെറ്റിൽ ചെയ്തു. നമ്മളെ ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തായാലും വളരെ നല്ല ഓർമ്മകൾ തന്നെയാണ് ചിറ്റൂർ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ. ഞാൻ ഡിഗ്രി 3 വർഷമാണ് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഈ ഇതിലേക്ക് കയറുമായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം. ഈ പരിപാടികളൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു. Okay. Thank you, Mridul. Thank you so much. Radhika madam. You can unmute and talk. Now you can speak, Radhika ma'am. ഞാൻ 5 വർഷം ഞാൻ ചിറ്റൂർ കോളേജിലാണ് പഠിച്ചത്. 84 എൻ്റെ കഴിഞ്ഞത്. ഞാൻ ഇതിൽ ആരെയും എൻ്റെ ബാച്ചിലുള്ള ആരെയും കണ്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ വിമല ചേച്ചി എൻ്റെ നാട്ടുകാരിയാണ്. അപ്പോൾ ചേച്ചി എൻ്റെ വാട്സപ്പിലുണ്ട്. അപ്പോൾ ഡെയിലി കോണ്ടാക്ട് ഉണ്ട്. ഇതിൽ പങ്കുചേരാൻ പറ്റിയൊരു സന്തോഷം. എല്ലാവരും സേഫായിട്ട്. Thank you, madam. Sir, unmute. Yes. Sir, unmute yourself. Sir, unmute. Now. Good evening, everybody. Good evening. Happy Independence Day. ഞാൻ 1979 കെമിസ്ട്രി ബാച്ച് ആയിരുന്നു അവിടെ. ആ സമയത്ത് നിറയെ പേര് ഇപ്പോൾ അതിലില്ല. രാജ്കുമാർ കുറച്ച് മുമ്പ് സംസാരിച്ചു. രാജ്കുമാർ സൗദി അറേബ്യയിലാണെന്ന് തോന്നുന്നു. ഞാൻ 1979 BSc കഴിഞ്ഞതിന് ശേഷം AD's ഓഫീസ്, ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ചെന്നൈയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം സീനിയർ ഓഡിറ്റ് ഓഫീസറായി റിട്ടയർ ചെയ്തു 2019. ഇപ്പൊ ഞാനൊരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൺസൾട്ടന്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങളെയൊക്കെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എസ്പെഷ്യലി നമ്മൾ ജയദേവൻ സാറൊക്കെ എനിക്കും ലെക്ചറർ ആയിരുന്നു ആ സമയത്ത്. 1979 ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. വളരെയധികം അങ്ങനെ സാറിനെ കാണുന്നതിൽ തന്നെ വളരെയധികം ഒരു സന്തോഷമുണ്ട്. അതല്ലാതെ നിങ്ങളെല്ലാവരെയും, ഇത് വിമല മേഡം ആൻഡ് നാരായണൻകുട്ടി സാർ, അനിൽ നായർ ആൻഡ് അനിൽ മേനൻ, സുധീർ മേനോൻ ആൻഡ് all the people, വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നേരിൽ നിങ്ങളെയൊക്കെ കാണുന്നതിൽ വളരെയധികം ഒരു സന്തോഷമുണ്ട്. ഇത്രയും ഒരു വലിയൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമ്മൾ നോക്കിയാണെങ്കിൽ ഒരു 5000 മെമ്പേഴ്സ് ഉണ്ട്. എന്നാലും ഇപ്പൊ 80-90 പീപ്പിൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും നിങ്ങളെയൊക്കെ ഒരു പരിചയപ്പെടുന്നതിൽ വളരെയധികം സന്തോഷമായ ഒരു നല്ലൊരു സന്ദർഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. Thank you very much for all your efforts. And once again, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ആശംസകൾ ഉണ്ട്. Thank you very much. Thank you. അബ്ദുൽ നാസർ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. അബ്ദുൽ നാസർ സംസാരിച്ചോളൂ. ഞാൻ 92-94 PDE സെക്കൻഡ് ബാച്ചാണ്. PDE സെക്കൻഡ് ഗ്രൂപ്പ്. ഞാനിപ്പോ കുട്ടനഗരത്തിൽ താമസിക്കുന്നു. നിങ്ങളെല്ലാവരും പരിചയപ്പെടാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷമാണ്. എന്നെ നന്ദി പറയാനുള്ള അറിയില്ല. എല്ലാവർക്കും നമസ്കാരം. Okay, thank you. Anil Ramdas sir again. Anil Sudhir, Ramdas sir, may I request you to please come forward? Ramdas sir. Hello. Yes sir. Yes sir. You are visible now. Good evening to all of you. 1977 to 82 I was in the college. Pre-degree as well as BCom I did from the college.
My native is Badavannur, and my father's place is Chittoor. My schooling also I did in Chittoor only, Padasala Sanskrit High School. Then 82, 84 I joined in banking service, and I was in different parts of the country. And after 30 years of service, I took voluntary retirement. And for the last 4 years, I am traveling all around the country, seeing the country, this wonderful country of ours. I go for trekking in the Himalayas. I spend the time like that. And it is a wonderful occasion to meet all the seniors and juniors on this, through this platform. And I am happy that I could meet so many of the people. I convey my best wishes to the organizers of this wonderful event, and I wish happy Independence Day to everybody. Hope we will continue to often. Thank you, Ramdas sir. Thank you. Now Siddharth is there. Mr. Siddharth is there. Can you unmute yourself, Siddharth? Yes. I am Rajan Pallatheri. Yes, sir. Yes, sir. കേൾക്കുന്നുണ്ട്. പറയൂ. പറയട്ടെ? ഞാൻ രാജൻ പള്ളത്തേരി. 1984 മുതൽ 87 വരെ എക്കണോമിക്സ് ബാച്ചിൽ പഠിച്ചു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ രാജൻ 1984 മുതൽ 87 വരെ എക്കണോമിക്സ് ബാച്ചിൽ പഠിച്ചു. ഇപ്പൊ ഞാൻ KSRTC കണ്ടക്ടർ ആയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ 2020 മാർച്ചിൽ റിട്ടയർ ചെയ്തു. സ്വസ്ഥമായിട്ട് റിട്ടയർമെന്റ് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ക്ലാസ്മേറ്റ്സ് ആണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശേഷാദ്രി. മറ്റ് സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും അത്ര ഞങ്ങൾക്ക് പരിചയം കാണുന്നില്ല. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. വളരെ നന്ദി മിസ്റ്റർ രാജൻ പള്ളത്തേരി. അങ്ങേക്ക് എല്ലാവിധമായ ഒരു റിട്ടയർമെന്റ് ഡേയ്സ് ആശംസിക്കുന്നു. നമ്മൾ 5:30 ആണ് ഉദ്ദേശിച്ചത് ക്ലോസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 6 ആവുന്നു. എന്തുവരെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം, അല്ലേ അനിൽ? മധു, വിമല ചേച്ചി, വാട്ട് യു സേ? അതെ, ഇനി ആരും ഇല്ലാതെ സംസാരിക്കാം. പത്മരാജൻ, ഞാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ സംസാരിക്കാം. അനിൽ മേനോൻ. Hello. Anil Menon. Good evening, GCC family, and happy Independence Day. Spotlight. എല്ലാവരെയും കാണാൻ പറ്റുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ പ്രാവശ്യത്തെ ഗംഭീരമായിട്ട് നമ്മുടെ മാമാങ്കം 2 നടത്തണമെന്നൊക്കെ വിചാരിച്ച അതിന്റെ പ്ലാനിങ് ഒക്കെ തുടങ്ങി ഒരു നല്ലൊരു ഇതിലേക്ക് ആയതായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് ഈ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വെർച്വൽ മീറ്റിലേക്ക് മാറേണ്ടി വന്നത്. എന്നാലും ഇതിലെ പാർട്ടിസിപ്പേഷൻ ശരിക്കും അമേസിംഗ് ആണ്. ഇത്രയും ആൾക്കാർ ഇത്രയും നേരം 3-4 മണിക്കൂറൊക്കെ ഇതിനു വേണ്ടി ഇരിക്കുക. അധികം ആൾക്കാരും എക്സിറ്റ് ചെയ്ത് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സക്സസ് കാണിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഞാനിവിടെ ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ എല്ലാവരും കൂടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് പേര് സഹായ വാഗ്ദാനങ്ങൾ തന്നിരുന്നു. നമുക്ക് കോളേജിന് വേണ്ടി ചെയ്യണം, എന്തെങ്കിലും നമ്മുടെ കോളേജിന് വേണ്ടി ചെയ്യണം, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള രീതിയിൽ കുറച്ച് പേര് സംസാരിച്ചിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു 5000 പേരുള്ള ഗ്രൂപ്പിൽ ഒരു 500 പേരെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു 1000 രൂപയെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമ്മുടെ അലുമിനി അസോസിയേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ അലുമിനി അസോസിയേഷൻ ജയദേവൻ സാറുടെയും രവിയേട്ടന്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ കുറെ കുട്ടികളെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നല്ലൊരു ചിറകുകൾ എന്നുള്ള നമ്മുടെ ആ ഒരു പ്രസ്ഥാനം കുറച്ചും കൂടെ ഭംഗിയായിട്ട് കുറച്ച് വൈഡൻ ചെയ്ത് കുറച്ചും കൂടെ കൂടുതൽ സഹായം എത്തിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിന് താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ FB ഗ്രൂപ്പിലുള്ള എല്ലാവരും ഞങ്ങളുടെ അഡ്മിൻസ് ആരെങ്കിലും ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കോർഡിനേറ്റ് ചെയ്തിട്ട് അതിന്റെ നമുക്ക് സാമ്പത്തിക സഹായം നമുക്ക് കൊടുക്കാമെന്നാണ് എന്റെ വിശ്വാസം. അതിനെല്ലാവരും അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കാണണം എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഈ സമയത്ത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മുടെ കൂടെ മിസ്സിസ് നന്ദിനി മേനോൻ ജോയിൻ ചെയ്യുന്നുണ്ട്. നന്ദിനി മേനോൻ.
നമസ്തേ, എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. വളരെ സങ്കടമുണ്ട്, എനിക്ക് ഇതിൽ കൂടാൻ പറ്റിയില്ല ആദ്യം മുതൽ. എന്താണെന്നറിയില്ല, കണക്ഷൻ തീരെ ശരിയായിരുന്നില്ല. പിന്നെ കുറെ നേരം ഞാൻ വീഡിയോ കണ്ടോണ്ടിരുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് എല്ലാരും കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷം. അതുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ വിമലാൻഡി ആൻഡ് മധു, ഇതൊന്ന് ഒരു കുറിപ്പായിട്ട് എഴുതിയിടണം നമ്മുടെ കോളേജിന്റെ FB കൂട്ടായ്മയില്. എന്നാലും ഇത് മുഴുവൻ എന്താന്ന് അറിയാൻ പറ്റൂ. എങ്കിലും കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതൊക്കെ കഴിഞ്ഞ ഈ കോവിഡ് ദുരന്തം നമ്മളെന്തായാലും അതിജീവിക്കും. ഈ കാലത്തിനേക്കാൾ അതിജീവിച്ച് നമ്മൾ പോകുന്നത് സത്യത്തിൽ പുറം ലോകത്തേക്കല്ല, നമ്മളൊക്കെ പോകാൻ പോകുന്നത് നമ്മുടെ സ്വകാര്യ ലോകത്തേക്കാണ്. ശരിക്കും അല്ലേ? നമ്മള് പാതിക്ക് വെച്ച് നിർത്തി പോകുന്ന നമ്മുടെ സ്വകാര്യ ലോകങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ വീട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ യാത്ര, നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തി പോയ കാര്യങ്ങൾ. ശരിക്കും ഈ അടഞ്ഞുപോയ ഈ കാലത്താണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കൂടുതലായിട്ട് വിശാലമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഇതൊരു എന്തിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മള് ഏറ്റവും പോസിറ്റീവായ ഒരു വശത്തിനെ പറ്റി ആലോചിക്കുമല്ലോ. ഏതൊരു കാര്യം കടന്നു കിട്ടാനാണെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ അത് വേണം. അല്ലെ, ഒരു ചെറിയൊരു അപകടം പറ്റി ഒരു കൈ ഫ്രാക്ചർ ആയ പോലും നമ്മൾ പറയും ഭാഗ്യം മരിച്ചില്ലല്ലോ, കൈ ഫ്രാക്ചർ അല്ലേ ആയുള്ളൂ എന്ന് പറയും. അതുപോലെ ഉള്ള ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ കാലം അത്ര മോശമായ കാലമായിട്ട് നമ്മൾ ആരും കാണാതെ കൂടുതൽ മറ്റുള്ള മനുഷ്യരെ കുറിച്ച് ആലോചിക്കാൻ, കൂടുതൽ മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിനെ പറ്റി ചിന്തിക്കാൻ നമ്മൾ ഈ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ പഴയ ലോകങ്ങളിലേക്ക്, പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ പഴയപടി നമ്മൾ കുറച്ചുകൂടെ സ്വാർത്ഥരും കുറച്ചുകൂടെ സങ്കുചിതമായ നമ്മുടെ മാത്രം കാര്യങ്ങളിലേക്കും ഇറങ്ങിപ്പോവുകയായിരിക്കും. അതുകൊണ്ട് ഇത് മാക്സിമം എന്തായാലും കടന്നു പോകണം ഈ കാലം. അപ്പൊ പിന്നെ നമ്മൾ അത് എൻജോയ് ചെയ്യുക, അത് ആഘോഷിക്കുക എന്നുള്ളതിലാണ്. അതുകൊണ്ട് കൂടെ ആയിരിക്കും നമ്മൾ ഇന്നിപ്പോ ഇങ്ങനെ ഇവിടെ മീറ്റ് ചെയ്തത്, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ആലോചിക്കണം, നമ്മുടെ കോളേജ് ഹാൾ ഉണ്ടോന്ന് ആലോചിക്കണം, ഓരോ ആളുകളുടെയും സൗകര്യം, യാത്ര ചെയ്ത് വരാനുള്ള നമ്മളുടെ സൗകര്യങ്ങൾ, അവിടേക്ക് എത്തിപ്പറ്റാനുള്ള പലതരം അസൗകര്യങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടി വരികയായിരുന്നില്ലേ? ഇന്നിപ്പോ അതൊന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോം കിട്ടിയത് ഈ ദുരന്ത കാലത്തിന്റെ ഒരു നല്ല വശം എന്ന് വിചാരിക്കാം, അല്ലെ? വിമലാൻഡി കേൾക്കുന്നുണ്ടോ? വിമലാൻഡി എനിക്ക് കാണാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനെ വിചാരിക്കുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. ആ സന്തോഷങ്ങളെല്ലാം കൂടി ഈ അവസാനത്തെ എൻട്രി ആണെങ്കിലും എനിക്കും ഉണ്ട്. താങ്ക് യു മധു. വിമലാൻഡി ഹലോ, എന്താണ്? Thank you so much, Nandini madam. Anyone else to speak? Please, the floor is open. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ച് ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിലോ അല്ലാതെ ഒന്നുമില്ല. സോ മേ ഐ റിക്വസ്റ്റ് anyone else who would like to have a word, please come forward and spend 2-3 minutes. Definitely everyone would be definitely happy to hear from you. Hi Nandini, long time no see. Hello. We can't hear you. Yes, Mr. Muralidharan. Yeah, പറഞ്ഞോളൂ. ഞാൻ ഒരു വാക്ക് പറഞ്ഞു വെക്കാം. നമ്മുടെ എന്റെ നാട്ടുകാരിയെ ശോഭ ദിവാകരൻ US പണ്ട് അതിൽ വലിയ സന്തോഷം അറിയിക്കാൻ വേണ്ടി ഒന്ന് അത്രേ ഉള്ളൂ. ഒരു നാട്ടുകാരി ആയതുകൊണ്ട് ഓക്കെ. താങ്ക് യു സർ. Thank you, sir. Thank you. Anybody else, please feel free. മധു ഒന്നും പറഞ്ഞില്ലല്ലോ. മധു ഒന്നും പറഞ്ഞില്ലല്ലോ. മധുവിന് എപ്പോഴാ പറയാ? എല്ലാവരും പോയി. 42 പേരേ ഉള്ളൂ. മധുവിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതറിയാമോ? ഒരു മിനിറ്റ്, മധുവിന് മുമ്പ് വേറെ ആരാ ചെയ്യുന്നത്? മധുവിന്റെ മുമ്പ് ആരാ? അനിലോ? അനിൽ നായരോ? ആരും അതിനു മുമ്പ് മധു എവിടെ പോയി? മഹേഷ് ഉണ്ട്. ക്യാമറ ഓഫ് ചെയ്തിരിക്കും. മഹേഷ്, ജയകുമാർ അവരൊന്നും സംസാരിക്കാത്ത ആൾക്കാരാ. അതെയോ? പിന്നെ ഓക്കെ, എന്നാൽ പരിപാടിയുടെ ലാസ്റ്റ് ലാപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഐ വുഡ് റിക്വസ്റ്റ് മധു ടു കം ഫോർവേഡ് ആൻഡ് ഷെയർ ഫ്യൂ വേർഡ്സ്. മധു? യെസ്.
Hi Over to everybody. Madhu. എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടെ ലൈവായി കാണാൻ കഴിഞ്ഞതും ഇങ്ങനൊരു ചടങ്ങ് ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞതും ഒരു വലിയ ഭാഗ്യമായി തന്നെ കാണുകയാണ് ഞാൻ. കാരണം വെച്ചാൽ നമ്മുടെ FB ഗ്രൂപ്പ് ഏതാണ്ട് 6500ഓളം മെമ്പേഴ്സ് ഉള്ള ഒരു FB ഗ്രൂപ്പും അതേപോലെ തന്നെ 1947 തുടങ്ങിയ നമ്മുടെ GCC കോളേജിന്റെ ഇതുവരെയുള്ള അലുമിനി മെമ്പേഴ്സ് എല്ലാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബൃഹത് സംഘടനയായി നമ്മൾ നിലനിൽക്കുന്ന അലൂമിനി ഗ്രൂപ്പും എല്ലാവരെയും ഒന്നിച്ച് കൈകോർത്ത് കൊണ്ട് പോവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പൊ ഇതുവരെയും സംസാരിച്ച എല്ലാവരെയും, വിമല ചേച്ചി, ജയദേവൻ സാർ, രവിയേട്ടൻ, മുരളിയേട്ടൻ പേഴ്സണലായിട്ട് എന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പുതുശ്ശേരിക്കാരനാണ്. സാർ പുതുശ്ശേരിയിൽ ഉണ്ടായിരുന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നാണ്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് തന്നെ FB-യിൽ എല്ലാവരുമായി കോണ്ടാക്ട് ചെയ്യുന്ന പ്രസാദ് കൃഷ്ണ സാർ, വിനി വേണു, ജയകുമാർ സാർ, പത്മജ ഫ്രം ഒമാൻ, രാജരാജേശ്വരി, അജിത, അബ്ദുൽ നാസർ, നാഗരാജ്, നന്ദിനി മാഡം, മല്ലിക ചേച്ചി, അനിത, then all my friends Sudhir, Anil Menon, Anil Nair. ഇത്ര വലിയൊരു മീറ്റ് നമുക്ക് നടത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഇതിനോട് അനുബന്ധിച്ചൊരു വാക്ക് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നത്, ഇതിനു മുൻപ് നമ്മളുടെ അനിൽ മേനോൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, നമ്മളുടെ ഈ സഹായഹസ്തങ്ങൾ നമ്മൾ നീട്ടുന്നതിനെ കുറിച്ച്. ആക്ച്വലി അതിനെപ്പറ്റി ഇതുവരെ ആരും ഒന്നും സംസാരിച്ചില്ല. വാസ്തവത്തിൽ ഈ ഗ്രൂപ്പിനോട് എനിക്ക് അകമഴിഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുകയാണ്. ഈ കഴിഞ്ഞ സ്കൂൾ അധ്യയന വർഷ ആരംഭത്തിൽ നമ്മളുടെ കോളേജിൽ നിന്ന് നമുക്കൊരു അഭ്യർത്ഥന വന്നിരുന്നു. അവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു സഹായം ചോദിച്ചിരുന്നു. അലൂമിനി അസോസിയേഷന്റെ ഭാഗത്തു നിന്നും നമ്മളുമായി അത് കോപ്പറേറ്റ് ചെയ്ത് ഒരു നല്ലൊരു സംഖ്യ തന്നെ നമ്മളുടെ മെമ്പർമാരെല്ലാവരും കൂടെ നല്ലൊരു സംഖ്യ അതിനായി ചുരുക്കുകയും ആ ഉദ്ദേശം വളരെ വിജയകരമായി നടത്തി കൊടുക്കുവാനും നമ്മളെ കൊണ്ട് കഴിഞ്ഞു. അതിന് ഈ ഗ്രൂപ്പിലെ എല്ലാവരോടും വളരെയേറെ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇതുപോലെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് കോസ് ഓഫ് നീഡ് എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കൈകൾ ഇനിയും നീളണം. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത് തീർച്ചയായും ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇത്രയും വലിയൊരു മീറ്റ് സംഘടിപ്പിക്കാൻ കൂടെ നിന്ന് എല്ലാവർക്കും വളരെയേറെ നന്ദി. താങ്ക്സ്. ശ്രീദേവിയോട് ഒരു പാട്ട് പാടാൻ പറയൂ മധു. മല്ലിക ചേച്ചി ഒരു പാട്ട് പാടാൻ പറയൂ. Thank you so much, Madhu. Thank you so much, Madhu. സ്പെഷ്യൽ റിക്വസ്റ്റ് ശ്രീദേവി ചേച്ചി പാട്ട് പാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു പാട്ട് പെട്ടെന്ന് പാടണം. അതെന്താ അറിയോ, കമന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ തോന്നിയവരെ ഏതായാലും ഇന്ന് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? സ്വാതന്ത്ര്യ ദിനല്ലേ, അപ്പൊ അതിന് അനുബന്ധിച്ചിട്ട് പാട്ട് പാടാം. പക്ഷെ അതിന്ന് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തി മനസ്സിൽ ചെറുതായിട്ട് ഇപ്പൊ പെട്ടെന്ന് തോന്നിയതാ. പണ്ട് ഭാരതം എന്നാൽ നടുവിൽ എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഏതായാലും ഈ GCC മീറ്റിനെ യോജിച്ച ഒരു പാട്ടാക്കിട്ട് GCC എന്നാൽ പാടും നടുവിൽ കേവലം കോളേജല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മസ്ഥലോ. GCC പാടും നടുവിൽ കേവലം ഒരു ചെറു കോളേജല്ല. വളരെയധികം
ഒരു ഫീലിംഗ് സോങ് പാടും, ഒരു ഫീലിംഗ് സോങ് പാടാൻ. സിനിമ ഏതാ പാടണ്ട കുട്ടി? സിനിമ ഏതെങ്കിലും നാടകം പഠിക്കോളൂ. ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഒരു റൊമാൻറ്റിക് സോങ് പാടൂ. കാനന ചോലയിൽ അടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല പാട. അതൊന്നും കോമ്പറ്റീഷൻ ഒന്നുമല്ലല്ലോ, പാടിക്കോ. ഇഷ്ടമുള്ള രണ്ടുപേര് ഇഷ്ടമുള്ള പാട്ട് അപ്പൊ കിട്ടും. പാട്ട് ഏതാ പാടേണ്ടത്? അതാണ് പാടിയില്ലേ പിന്നെ അനിൽ പാടും. വിമലാന്റി ഇല്ല, ഞാൻ പാടുന്നില്ല. വിമലാന്റി പറഞ്ഞത്, മല്ലി ചേച്ചി വിമലാന്റി പറഞ്ഞത് അതാണ് പാടിയത്. ഞാൻ വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നു ചെയ്ത് വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നു ചെയ്ത്. താങ്ക് യു സോ മച്ച് മല്ലിജി. താങ്ക് യു സോ മച്ച്. പിന്നെ മല്ലിജി നേരത്തെ പറഞ്ഞ പോലെ വളരെ അർത്ഥവത്തായ പാട്ട് ലിറിക്സ് മാറ്റിയിട്ടാണെങ്കിലും GCC പാരിന് നടുവിൽ അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. കൊല്ലം തൊട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കഴിഞ്ഞ 3-4 മണിക്കൂറായി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള മീറ്റിങ്ങുകളും നമ്മുടെ മാമാങ്കം 2 ഉടനെ തന്നെ നടത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്തായി ഞാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ നാരായണൻ കുട്ടിയേട്ടനെ, അതായത് പണ്ടത്തെ കോളേജിലെ ഒരുപാട് കാലം മുമ്പ് കോളേജിൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ നാരായണൻ കുട്ടിയേട്ടനെ താങ്ക്സ് ഗിവിംഗ് സ്പീച്ചിനായി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു നാരായണൻ കുട്ടിയേട്ടൻ. കുട്ടിയേട്ടാ, we fondly call him as Kutietan. His full name is A.V. Narayanan Kutti and he is here. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അവസാനം പാടാം. എന്തായാലും കഴിയട്ടെ പാടാം. അപ്പം എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിക്കാതെ കൂടുതൽ ആൾക്കാരാണ് ഇന്ന് പങ്കെടുത്തത്. അതിനെല്ലാവരോടും ഞാൻ ആദ്യം തന്നെ ഒരു കോമൺ ആയിട്ട് നന്ദി പറയട്ടെ. എന്നെ കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടോ, ഇനിയിപ്പോ ഇവിടെ ഇരിക്കുന്നവരിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാൻ, ഇതിലുള്ളവരുടെ ഒക്കെ ഒരു സീനിയർ ആയിട്ട് ഞാൻ ഈ അനിൽമാരുടെയും ഒക്കെ ആയിട്ട് ചേച്ചിയുടെ താഴെയാണ് കേട്ടോ പഠിച്ചതാണ്. 77-ലാണ് ഞാൻ BCom കഴിഞ്ഞ അവിടെ പോകുന്നത്. അനിൽ പറഞ്ഞ പോലെ 77 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലീസിന്റെ ഒരു ഭീഷണിയോടുകൂടി ഒരു വർഷം കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. വീട്ടിലേക്ക് അന്വേഷിച്ച് വന്നാണ്. അങ്ങനെ വളരെ സന്തോഷമായിരുന്നു. എന്റെ ഡിഗ്രി മുതൽ ഡിഗ്രി വരെയുള്ള കാലം ഒരുപാട് ആസ്വദിച്ച് എൻജോയ് ചെയ്താണ്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ വിട്ടുപോയ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് കോൺടാക്ട് ഇല്ലാത്ത, മൊബൈലൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പൊ കഴിഞ്ഞ മാമാങ്കമാണ് എന്നെ ഒരുപാട് എനിക്ക് എന്റെ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ കിട്ടി. ആ സുഹൃത്തുക്കൾ എല്ലാവരും ഇപ്പോഴും ഞാനുമായിട്ട് എല്ലാ ദിവസവും കോൺടാക്ട് ഉണ്ടാവാറുണ്ട്. ഈ മാമാങ്കൻ 2 എനിക്ക് ഒരുപാട് താല്പര്യം തോന്നിയത് എന്റെ വിട്ടുപോയ കുറച്ചും കൂടെ സുഹൃത്തുക്കളെ കിട്ടുന്ന ഒരു വിശ്വാസത്തിലായിരുന്നു. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. എന്നാലും ഇന്ന് ഇങ്ങനെ കൂടാൻ കഴിഞ്ഞതിൽ ഞാനുമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഞാനുമായിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. നമ്മുടെ
ഈ പറഞ്ഞ പോലെ മിനിയും സുജാത വിജയകുമാറും ഒക്കെ അവർ കണ്ടവരൊന്നും സംസാരിച്ചില്ലെന്നു. അവരെയൊന്നും എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും അവർ ഞാനായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ആദ്യം തന്നെ ഞാൻ നന്ദി പറയാൻ എന്റെ ചടങ്ങാണ് നന്ദി പറയുന്നത്. ഞാൻ മാധുവിനും അനിലിനും ഒക്കെയാണ് നന്ദി പറയുന്നത്. ആദ്യം അവരാണ് ഇതിന്റെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു വെർച്വൽ മീറ്റിന്റെ ബുദ്ധി തോന്നിയിട്ട് അതിനുവേണ്ടി ശ്രമിച്ചത്. വെർച്വൽ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിന് വേണ്ടി അവർ തമ്മിൽ തല്ലുന്നുണ്ടായിരുന്നുണ്ട്. അവസാനം ഞാനിന്ന് ഏറ്റവും എന്താ പറയാ ഒരു ഡിക്ഷണറി പഴയൊരു ഡിക്ഷണറി തപ്പിയെടുത്തത് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്റെ അർത്ഥം. എന്തായാലും ഇങ്ങനെ കണ്ടില്ല, ഞാനത് ഈ മഹാലിംഗം പിള്ളയാണ് ഇവിടുത്തെ മലയാളം ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആദ്യമായിട്ട് ഹിന്ദിയിൽ എഴുതിണ്ടാക്കിയ ബൈലിംഗൽ ഡിക്ഷണറി ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഡിക്ഷണറി തപ്പി എഴുതി വെർച്വൽ എന്നുള്ളതിന്റെ മീനിങ് മനസ്സിലായിക്കോളും. അനിലും ഒക്കെ ഇതിനു വേണ്ടി ശ്രമിച്ചു. തീർച്ചയായിട്ടും സുധീറിന്റെ ഇന്നത്തെ നല്ല പ്രവർത്തനം നന്നായിട്ട് നടത്താൻ സുധീർ തന്നെയാണ് സഹായിച്ചത്. സുധീറിന്റെ ഈ മേഖലയിൽ ഒരുപാട് പരിചയം ഉള്ളത് കൊണ്ടായിരിക്കാം. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നുമില്ല. ഞങ്ങളുടെ കുറച്ച് അസോസിയേഷനുകളുടെയും ഒരു മീറ്റിംഗ് മാത്രമേ. എന്തായാലും അതുപോലെ പിന്നെ ഫേസ്ബുക്കിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഇത്രയും ആൾക്കാർ പിടിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒറ്റ ആളുടെ കഴിവുകൊണ്ട് മാത്രമാണ്, വിമൽ ചേച്ചിയുടെ മാത്രമാണ്. തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ ഞാൻ ഇതിലൊക്കെ വിമൽ ചേച്ചി കൂടുതലാവുന്നതിനും വിട്ടിരുന്നു. ഇപ്പൊ വിമൽ ചേച്ചി കയ്യേറിയപ്പോ ഞാൻ പിന്മാറിയതാണ്. ഇനിയിപ്പോ എനിക്ക് അവിടെ ഒന്നും വലിയ സ്ഥാനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനെയാണ് ഇപ്പം വിമൽ ചേച്ചി അടക്കി വരാണ് ഒരുതരം എന്താ പറയുക ഏകാധിപത്യമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ വലിയ താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലും പിന്മാറിയിട്ട് ഇപ്പൊ പോസ്റ്റിംഗ് ഒന്നും ചെയ്യാറില്ല. വിമൽ ചേച്ചി എഴുതിയ കുസൃതി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അനിത സജീജോട് അനിത നമ്മുടെ സഹോദരി എന്ന് പറഞ്ഞില്ലേ, ആ അനിത അവരൊക്കെ മിനി എഴുതാറുണ്ട്. ഇവരൊക്കെയാണ് നന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ മെമ്പേഴ്സിനെയും കൊടുത്ത് അതുമൊക്കെ ആദ്യം പറഞ്ഞതുപോലെ മറ്റുള്ള ഗ്രൂപ്പുകളിൽ പോയിരിക്കുന്നത് അറിയപ്പെടാതെ, അതായത് നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളിലുള്ളവരൊക്കെ കോളേജ് പഠിച്ചതാണെങ്കിൽ കൊണ്ടുവരിക. എന്നിട്ട് പറ്റുവാണെങ്കിൽ പറ്റുന്നവർ ഓരോരുത്തർ കുറച്ചു നേരം ഫേസ്ബുക്ക് നോക്കിയിട്ട് ചിത്രങ്ങളിൽ അല്ലാത്തവരൊന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടെ നടക്കുക. അങ്ങനെ ഇല്ലാത്തവരുള്ളത് കൊണ്ടാണ് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ വരുന്നത്. പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ പ്രശ്നം. ഇന്നാളെ മാഡത്തിന് നന്ദിനി മാഡത്തിന് ഉണ്ടായതുപോലെ അനുഭവങ്ങൾ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനിട്ടൊരു കമ്പനിന് വേണ്ടി അനാവശ്യം എഴുതി, പിന്നെ ഞാനതൊരു ആണോ ആയതുകൊണ്ട് ആ രീതിയിൽ കൈകാര്യം ചെയ്തു. മനസ്സിലായില്ല, അങ്ങനെ ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ സൗഹൃദങ്ങൾ കൊണ്ടുവരണം. അത് മാത്രമല്ല, നമ്മുടെ അനിലും പണ്ട് അനിൽ മേനോനും കൂടെ ഈ സ്റ്റേഡിയത്തിൽ നിന്നും നടക്കാൻ പോകാറുള്ള ഞങ്ങൾ പറയുന്ന കാര്യമാണ് ഈ സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളുടെ സഹായത്തിന് വേണ്ടി ചെയ്യണമെന്ന് പറയുമ്പോൾ സാമ്പത്തികം ഒരു കുട്ടിക്ക് 15,000 രൂപ ഒരു വർഷത്തിൽ വേണമെന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ 1000 രൂപ വെച്ച് വാങ്ങിച്ചാൽ മതി. എന്റെ പറഞ്ഞ പോലെ 500 പേരെ നമ്മുടെ 100 പേര് വർഷത്തിൽ 1000 രൂപ വെച്ച് തരുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കുട്ടികളെ അവിടെ സ്പോൺസർ ഞാൻ പറയുകയാണ്. അഞ്ചു എന്ന് പറഞ്ഞ ആ കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ദയനീയ സ്ഥിതിയിലുള്ള ഒരു കുടുംബത്തിൽ കുട്ടിയാണ്. അച്ഛനും അമ്മയും ഇല്ല, ഒരു അമ്മാവന്റെ ഗർഭത്തിലാണ് പഠിക്കുന്നത്. അയാള് വേണ്ടിയിട്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി ഹോസ്റ്റലിൽ നിന്ന് നാട്ടിൽ പോകാതിരുന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക നേരെ ഇവിടെ ഇരുന്ന് 3-4 മണിക്കൂർ ഇരുന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ സുഹൃത്താണ്, സുഹൃത്താണ്, എല്ലാവരും സുഹൃത്തുക്കളുണ്ടാവുന്നവരൊക്കെ കുറച്ച് പേര് മാത്രമേ 3-4 പേര് മാത്രമേ തിരിച്ചടക്കം എന്നെക്കാളും സീനിയേഴ്സിലും ബാക്കി എല്ലാവരും എന്നെക്കാളും ജൂനിയർ തന്നെയാണ്. ബിജുപ്പൊക്കെ എന്നും രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാറുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത്രയും കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. സമയം പറഞ്ഞാല് നാഗരാജ് എല്ലാവരും എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അതുപോലെ കുറെ അന്നൊക്കെ എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് പരിപാടി പങ്കെടുത്ത് എല്ലാവരും സംസാരിച്ചു. ഒരു പക്ഷേ നമുക്ക് ഓപ്പൺ വേദിയിൽ വെച്ച് ഇത്രയും പേർക്ക് അവരെ സംസാരിച്ചിട്ട് എനിക്കും സ്വയം നന്ദി പറയുന്നു. അന്ന് ഈ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സഹകരണം എല്ലായ്പ്പോഴും എന്നും ഇതുപോലെ ഉണ്ടാവണം. ഈ ഫേസ്ബുക്ക് അലുമിനിയം അസോസിയേഷനും പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി അതിനുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും വളരെ ഭംഗിയായിട്ട് പ്രത്യേകിച്ച് നന്ദി ഞാൻ പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Kutota. Thank you so much. Before we get into the final lap of our national anthem and closure of the program, Vimala team അവരൊക്കെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സോങ് പാടണമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ feel free to do that.
of our program. അനിൽമാൻ ഇപ്പോൾ ഡാൻസ് ചെയ്യും. Another 5-10 minutes just for chit chat or whatever you feel that it has to. അടുത്തത് അനിൽമാനൊക്കെ ഡാൻസ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പ്രൊഫഷണൽ ഡാൻസർ ഉണ്ട്, മിനി വേണു. കണക്കാളും നല്ലത്, നല്ല നന്നായി കളിക്കാൻ അറിയുന്നത്. ഇനി വേണു ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 സ്റ്റെപ്പ്. ഒരു 2 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. I will give it to my wife. She also attended last meeting. 89-90 പേരുണ്ട്. ഹലോ ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. നല്ല ദിവസമാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. അപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്ത് എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവരും കുറെ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. അതേ സമയത്ത് നമുക്ക് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടും ഒരു പാട്രിയോട്ടിക് സോങ് പാടണം എന്ന് എനിക്ക് തോന്നി. NRI-കാർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട്. ഓക്കെ, തെറ്റുകൾ ഉണ്ടെങ്കിൽ മാപ്പ് ചെയ്യണം. ഓക്കെ. मेरे प्यारे वतन ने मेरे बिछड़े चमन, तुझ पे दिल कुर्बान, तू ही मेरी आबरू आरज़ू, ऐ मेरे प्यारे वतन, ऐ मेरे बिछड़े चमन, दिल कुर्बान, मेरे दामन को छू के आए उन हवाओं को सलाम, झूम लूं मैं उस हवा को जिससे आए सबसे प्यारी सुबह तेरी, सबसे रंगी तेरी शाम, तुझ पे माँ का दिल बन के कभी आँखों में बस जाता, ना याद आता है तू, तुझ पे दिल कुर्बान, तू ही मेरी आरज़ू, तू ही मेरी आबरू, तू ही मेरी जान, तू ही मेरी जान, तू ही मेरी जान. जय हिंद. Okay. Madam, well done. Thank you so much, Thank you so much, madam. Thank you so much, madam. We have our public relations support who was always supporting us. You know, Anil Kumar, GCC alumni വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അനിലിന് ആക്ച്വലി ഹി വർക്ക് ഇൻ യുനോ മാധ്യമ പ്രവർത്തനമാണ് അനിലിന്. വേറെ തിരക്കിടയ്ക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അനിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അനിലിന് ഒരു 2 വാക്ക് പറയാനായിട്ട് അനിലിനെ ഒന്ന് ക്ഷണിക്കുന്നു. അനിൽ അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, നമസ്കാരം. കേൾക്കാം. അനിൽ പറഞ്ഞോളൂ. കൂടുതലായിട്ട് പറയാനില്ല, ഒരുപാട് ആളുകളെ കണ്ടതിൽ വലിയ സന്തോഷം. അത് തന്നെയാണ് പറയാനുള്ളത്. ഒന്ന് പിന്നെ ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം അനിൽ. എനിക്ക് പ്രധാനമായിട്ടും ഈ അഡ്മിൻ സംഘത്തിന് എനിക്കൊരു ചെറിയൊരു അഭ്യർത്ഥനയുള്ളത്. നമ്മള് ഇപ്പോ നമ്മുടെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ തന്നെ
6000-ഓളം ആളുകളുണ്ട്. ഇതുപോലെ തന്നെ വേറെയും 1-2 ഗ്രൂപ്പുകളുണ്ട്, 1000-ഓളം ആളുകളുള്ള വേറെയും 2 ഗ്രൂപ്പുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ GCC എന്നുള്ള ഒരു ആവേശത്തിന്റെ മുകളിലാണ്. അപ്പോൾ ഈ ഒരു ആവേശം കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് ഈ അലുമിനി അസോസിയേഷന്റെ ഔദ്യോഗികമായിട്ട് ഉള്ള അലുമിനി അസോസിയേഷന്റെ എനിക്ക് തരാവുന്ന തന്നില്ല, മറ്റൊരെണ്ണം കൊണ്ടുവന്നിട്ട് നീ കൊണ്ടുപോയാ. ഇത് പല രീതിയിലായിട്ട് എനിക്ക് എല്ലാരും കൂടി ഒന്നിച്ച് വലിയൊരു ഗുണമായിരിക്കും. അതിനുവേണ്ടി ഈ ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് അതിൽ എനിക്ക് ഒന്നും പറയാനുള്ളത്. മറ്റൊന്നും പറയാനില്ല. എല്ലാവരും വളരെ സന്തോഷം. അതെനിക്ക് തിന്നാൻ പറ്റില്ലല്ലോ. Thank you, Anil. Thank you so much. Before, thank you very much, Anil. Before we get into the national anthem, if at all anyone else has any other programs or anything like that. Madam, dance. Yeah. രാജൻ പള്ളത്തേരി എന്നുള്ള ആളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. രാജൻ പള്ളത്തേരി ചെയ്തു അൺമ്യൂട്ട് ചെയ്തു. ആണോ? അങ്ങനെ ഒരു ഹലോ പറയാൻ. ഹലോ അതില് ഹലോ രാജൻ പള്ളത്തേരി നമ്മളാ ഹലോ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? നമ്മള് പറയുന്നത് കേൾക്കുന്നുണ്ട്, പുള്ളി അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അതിലൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഇങ്ങോട്ട് ആ മൈക്കൊന്ന് സാറ് KSRTC-ലാണ് വർക്ക് ചെയ്തത്? അതെ KSRTC-ലാണ്. എവിടെയായിരുന്നു? പാലക്കാട്. ഞാൻ 1981 ഒരു വർഷം KSRTC കണ്ടക്ടർ ആയിരുന്നു. അതുകൊണ്ട് ചോദിച്ചാട്ടോ, സ്നേഹം കൊണ്ട്. ഞാൻ 2000 ഒറ്റ കൊല്ലം ഒരു വർഷം വർക്ക് ചെയ്തല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. ഞാൻ വിചാരിച്ചു ഇനി പഴയ ടിക്കറ്റ് എടുക്കാതെ പോയതിന്റെ കാശ് വല്ലതും കൊടുക്കാനാണോ? അല്ല, മിനി ഒന്ന് മിനി അല്ല, അവർക്ക് അൺമ്യൂട്ട് ചെയ്യല്ലോ. പറഞ്ഞോളൂ. അൺമ്യൂട്ട് பண்ணுங்க. പറയൂ, ഇങ്ങോട്ട് പറയൂ. പറഞ്ഞോളൂ. മിനി പറയൂ. നാഗരാജ് അൺമ്യൂട്ട് பண்ணுங்க. കുട്ടിയേട്ടാ, മിനി നേരത്തെ വന്ന് സംസാരിച്ചു കുട്ടിയേട്ടാ. ഇനിയിപ്പോ ഡാൻസ് കളിക്കാനുള്ള പെൻഡിങ്, ഡാൻസ് മാത്രമേ ഉള്ളൂ പെൻഡിങ്. കൈകൊണ്ട് കളിക്കാൻ പറയൂ. ഒരു 2 സ്റ്റെപ്പ് ഇത്ര എല്ലാരും പറഞ്ഞു. ഇനി 2 സ്റ്റെപ്പ് കളിക്ക്. ആ അതാണ് എല്ലാരും പറയണു. എണിക്കൂ. റൈറ്റ്, ഓക്കെ മാഡം. അടുത്ത അൺമ്യൂട്ട് பண்ணோ. സൗണ്ട് അൺമ്യൂട്ട് பண்ணிக்கோ. നാഗരാജ് അൺമ്യൂട്ട് മിനി വരില്ല. ചെയ്തിട്ടുണ്ട്, എല്ലാരും ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, റെഡി. 1 2 3 4. പഴയ ജനറൽ സെക്രട്ടറി ജൂനിയേഴ്സിനെ റാഗ് ചെയ്യണത് ഇങ്ങനെയായിരുന്നു കേട്ടോ കുട്ടിയേട്ടൻ. ഒരു മിനിറ്റ്, അനിലിന് പറഞ്ഞ ശരിയാ, പഴയ ഓർമ്മകളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. പറഞ്ഞത് കഴിഞ്ഞ ഒരു മാമാങ്കം ഉണ്ടാക്കിയ എഫക്ട് നല്ല എഫക്റ്റാ. ഞാൻ ഇതായിട്ട് പറയില്ല, പബ്ലിക്കായിട്ട് പറയുന്നതാണ്. കഴിഞ്ഞ ഒരു ദിവസം ശരിക്കും 10-40 വർഷം കഴിഞ്ഞിട്ടല്ലേ? ഞാനല്ല റെക്കോർഡിംഗ്, കുഴപ്പമില്ല. ആൻസർ ചെയ്യാം.
കഥകളി പോലെ അങ്ങോട്ട് വിളിക്കാൻ മീറ്റിംഗിലാണ്. ഒരു ഗംഭീര ഡാൻസ് നോക്ക്, ഇത് നോക്കിയത് ഡാൻസ് കളിക്കണോടാ. Thank you. Good. Thank you. വിമല ചേച്ചി ചായ ഉണ്ടാക്കുന്നുണ്ട്. കുടിച്ചിട്ട് പോവാല്ലേ? ചായ വിമല ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. പ്രോഗ്രാം ബുക്ക് ചെയ്യണം കേട്ടോ ഇപ്പൊ തന്നെ. വിമല ചേച്ചി വേഗം ചായ തരൂ. ചായയും പടയും എല്ലാവർക്കും പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചായയും പടയും എല്ലാവർക്കും പുറത്ത്, നമ്മുടെ മീറ്റിംഗ് ഹാളിന് പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പരിപാടികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റായി വന്ന ഒരു മിനിറ്റ് സമയം തരോ? നന്ദിനി മാം ഒരു കാര്യം ആദ്യം നന്ദിനി മാം കേൾക്കുന്നുണ്ടോ? അതായത് മറ്റേ നേരത്തെ നടന്ന പരിപാടികളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. കുഴപ്പമില്ല, എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് മതി എനിക്ക്. കവിതയല്ല, അതല്ല. ജയദേവൻ സാർ ലൈനിലുണ്ടോ? സാർക്കൊരു വലിയൊരു നമസ്കാരം പറയാൻ വേണ്ടിയിട്ടാണ് സാർ. കഴിഞ്ഞ തവണ കാണാൻ പറ്റി, ഇത്തവണ ഞാൻ ഇങ്ങനെ തിരയുന്നുണ്ട് ഈ ലൈനിൽ. പക്ഷെ സാറിനുണ്ടെങ്കിൽ സാർക്കൊരു വലിയ നമസ്കാരം. വേറൊന്ന്, സുധീർ എല്ലാരും നന്ദിനി മാഡം പറയൂ. ഞാൻ ജയദേവൻ സാർക്ക് ഒരു നമസ്കാരമാണ് ആദ്യം പറഞ്ഞത്. സാർ കേട്ടോന്ന് എനിക്കറിയില്ല. സാർ കേട്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി നമസ്കാരം. പിന്നെ ഇവിടെ ഒരു ചാരിറ്റിയെ കുറിച്ചൊക്കെ ഇപ്പൊ പറയണ്ടായി. ഇപ്പൊ നാരായണൻകുട്ടിയേട്ടൻ സംസാരിച്ചപ്പോഴും മധു സംസാരിച്ചപ്പോഴും ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞില്ല. അതുകൊണ്ട് അതൊരു FB-യിൽ ഒരു കുറിപ്പായിട്ട് ഇടണേ. നമ്മുടെ GCC ഗ്രൂപ്പിൽ അതൊരു കുറിപ്പായി ഇടണം. എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഞാൻ അതിൽ പങ്കുചേരും. എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ അതിൽ സഹകരിക്കും. അതുകൊണ്ട് അതിനെ ഇപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഇടുകയാണെങ്കിലും മതി, കേട്ട് മനസ്സിലാക്കാലോ. പിന്നെ വേറെ ഒരു ചെറിയ സന്തോഷം കൂടി ഞാൻ പറയട്ടെ. എന്റെ ബുക്ക് കറന്റ് ബുക്സ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പ്രകാശനം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കകത്തുണ്ടാവും. ഇപ്പൊ കോവിഡ് കാലമായതുകൊണ്ട്, ലോക്ക്ഡൌൺ കാലമായതുകൊണ്ട് ഒരു പൊതുവായിട്ടൊരു ചടങ്ങായി നടത്താൻ പറ്റില്ല എങ്കിൽ ഒരു വീഡിയോ പ്രസന്റേഷൻ വഴി ഞാനത് നടത്തും. ഞാനത് ഗ്രൂപ്പിനെ അറിയിക്കും. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും എന്നെ ഒന്ന് ആശംസിക്കണം. പ്രാർത്ഥനകൾ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ, അല്ല പ്രകാശനം ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാതിരുന്നത്. ബുക്ക് എല്ലാവരുടെയും കയ്യിലെത്തി. പക്ഷെ സാറ ടീച്ചർ അത് പ്രകാശനം ചെയ്യും. അപ്പൊ ഞാൻ ആ വീഡിയോ, ഇപ്പൊ വീഡിയോ അല്ലേ നമുക്ക് വഴിയുള്ളൂ, വീഡിയോ പ്രസന്റേഷൻ ആയിട്ട് ഞാനത് നമ്മുടെ ഗ്രൂപ്പിലിടും. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും കേട്ടോ. എല്ലാവരെയും കാണാൻ സാധിച്ചു. ഞാൻ ഓരോ ആളുകളുടെ ആയിട്ട് സ്ക്രീൻ എടുത്ത് നോക്കിയിരുന്നു. വളരെ സന്തോഷമുണ്ട് എന്നെല്ലാരെയും കണ്ടത്. നന്ദിനി മാഡത്തിന് നമ്മുടെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ അയച്ചുതരാം. അല്ല, ഇതിപ്പോ റെക്കോർഡ് ഇപ്പൊ ഹോസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുമല്ലോ. അപ്പൊ നമുക്കത് ഞാൻ പേഴ്സണലായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ അയച്ചുതരാം.
Okay, thank you. Okay, bye. Anybody else has anything more to say? Anybody else? The last call. ചായ നാഷണൽ ആന്തത്തിന് ശേഷം വേറെ ആരെങ്കിലും എന്തെങ്കിലും ചായ കുടിക്കുന്നു. കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നില്ലല്ലോ. അത് പ്രോഗ്രാമിന് ശേഷമാണ് വിമലാൻറ്റി, അത് പ്രോഗ്രാമിന് ശേഷമാണ് വിർച്വൽ ആയിട്ട് തന്നെ അവിടെ എത്തും. എല്ലാം നാരായണൻകുട്ടിയുടെ വകയായിരിക്കും. കൊറേ നാളെ കേൾക്കാൻ തുടങ്ങിയിട്ട് പുലി വരുന്നു. നാഗരാജ് want to say something. അതുകൊണ്ടാണ് ഞാനിപ്പോ സംസാരിക്കാൻ വന്നത്. മൊബൈൽ ഓഫ് ആകും ഇവിടെ. പറഞ്ഞോളൂ നാഗരാജ്. മലയാളത്തിൽ പറയൂ ചേച്ചി. ഹലോ, മലയാളത്തിൽ പറയൂ. മലയാളത്തിൽ പറയൂ. അഞ്ജിത്ത് പോയി. ഞാൻ പറഞ്ഞു സംസാരിച്ചിട്ട് പോന്ന് പറഞ്ഞപ്പോ പോയി മിണ്ടാണ്ട് ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് പോയി. മനസ്സിലായോ? മാധവനുണ്ണി സാറിനെ കിട്ടുന്നില്ല, എനിക്ക് തോന്നുന്നു പോയെന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ആണ്. അല്ല, അൺമ്യൂട്ട് ആണ്. എല്ലാരും അൺമ്യൂട്ട് ആണ്. ഹലോ, എല്ലാവരും അൺമ്യൂട്ട് ആണ്. കേൾക്കുന്നില്ല. മാധവനുണ്ണി സാറിനെ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുക. ഇല്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. മുഖം നല്ലപോലെ പരിചയം വരുന്നില്ല. പ്രായത്തിന്റെ കൊണ്ടാണ് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. അണിക്കോട് പാരഗൺ സ്റ്റുഡിയോ ഇല്ലേ? അണിക്കോട് ജംഗ്ഷനിലെ പാരഗൺ സ്റ്റുഡിയോ ഇല്ലേ? അതെന്നെ അമ്മാവന്റെ. നാരായണൻകുട്ടി പറയൂ. മാധവനുണ്ണി ആരാന്ന് മനസ്സിലായോ? ഞാൻ അങ്ങനെ അറിയുള്ളൂ. എന്റെ അച്ഛന്റെ പെങ്ങളുടെ മോളുടെ മോനാ. മോനാണ്. അച്ഛന്റെ പെങ്ങളുടെ മോനാണെങ്കിൽ പറയാൻ വന്നായിരുന്നു. പെങ്ങളുടെ മോളുടെ മോനാ. ഓ, എനിക്കറിയാം ചേച്ചി, ഞാൻ കണ്ടിട്ടുണ്ട്. സീനിയർ ആയതുകൊണ്ട് എനിക്ക് അടിക്കോട്ട് ഫ്രണ്ട്സ്മാരുണ്ട് കുറെ. Anything else from anyone else? നമുക്ക് അവസാനിപ്പിക്കാം. I think we can stop. Can we conclude with the national anthem? Yeah, sure. Can we conclude with the national anthem? National. Yes, sure. നമസ്കാരം അജിത മാഡം. നമസ്കാരം. സുഖം. Yes. Wonderful evening. Yeah. Thank you all. വണക്കം സാർ, വണക്കം. Wonderful evening. Yes, I can hear. സുധീർ സാർ. വണക്കം നാഗരാജ്. കേക്കണ്ടോ? മോഹനൻ സാർ. നാഗരാജ് കാണാം. വണക്കം. Yes. അജിത മാഡം. Bye to everybody. Bye. നാരായണൻകുട്ടിയാണോ? അനിത ക്വയറ്റായിട്ടിരിക്കണോ? അനിത സാർ വണക്കം. സുധീർ സാർ വണക്കം. വണക്കം പാപ്പു. നമസ്കാരം. വണക്കം. വണക്കം സാർ, വണക്കം. Bye. Okay, see you all.
ബൈ. ഓക്കെ ആർക്കും പോവാൻ തോന്നില്ലല്ലേ? പണ്ട് കോളേജ് വിട്ടിട്ട് ബെല്ലടിച്ചാലും പോകാൻ പറ്റാത്ത പോലെ അവിടെ നിൽക്കുക. ചേച്ചി വടിയെടുത്തു. അനിൽ മേനോൻ ഒരു ചരട് കെട്ടുന്ന ചടങ്ങുണ്ട്. അത് മാമാങ്ങൻ ചേച്ചി JK വന്നില്ലേ? സാറേ നമസ്കാരം. ആരും കട്ടയില്ലല്ലോ. നാഗരാജ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് പറഞ്ഞിട്ട് വിട്ടു പോണില്ല. நாசர் சார் வணக்கம். வணக்கம் எல்லாத்துக்கும் வணக்கம். ரொம்ப வணக்கம். வணக்கம். ഓക്കെ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി ആരും പോവില്ല. കട്ട് ചെയ്യാം. വണക്കം. നിങ്ങള് കട്ട് ചെയ്തിട്ട് എല്ലാവരും കട്ട് ചെയ്തിട്ട് പോകുന്നുള്ളൂ. അത് ശരി. ഇപ്പൊ ആരെങ്കിലും പോയാലും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. പഴയത് ഇവിടെ ആരും പോവില്ല. അപ്പൊ എന്താ അവസാനിപ്പിക്കട്ടെ? മീറ്റിംഗ് അവസാനിപ്പിക്കട്ടെ? പെർമിഷൻ. അല്ല സുധീർ, നമുക്കിപ്പോ ഒരു വെർച്വൽ അല്ലാണ്ട് ഒരു മീറ്റ് കൂടണ്ടേ? നമുക്ക് എപ്പോഴാ വേണ്ടത്? നമുക്ക് നാളെ കൂടിയാ പോരെ? നാളെ വൈകിട്ട് വേണമെങ്കിൽ കൂടാം. വെർച്വൽ വേണ്ട. നാരായണൻകുട്ടിയുടെ വീട്ടില്. നാരായണൻകുട്ടി 10 വർഷം ചെലവാക്കി നമുക്ക് ചെലവ് കിട്ടില്ല. അതെന്ത് വേണം ചെയ്ത ഞാൻ നാരായണൻകുട്ടിയുടെ വീട്ടില് മറ്റന്നാളാക്കാം. മറ്റന്നാൾ ഞാൻ വരുന്നുണ്ട്. എറണാകുളത്തേക്ക് നാരായണൻകുട്ടി പറയണ്ടേ? സെപ്റ്റംബർ മാസം 20-ാം തീയതി കഴിഞ്ഞിട്ടേ നമ്മുടെ നാട്ടിൽ നന്നാവുള്ളൂ. അതെ, എല്ലാവരുടെ അടുത്തും ഒരു റിക്വസ്റ്റ് ഉണ്ട്. എഴുന്നേറ്റ് പോകുമ്പോ കഴിഞ്ഞ് പോകുമ്പോ നല്ലപോലെ എക്സസൈസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നടുവൊക്കെ ഒടിഞ്ഞു പോവേ. ലൈറ്റ് ഓഫ് ചെയ്യണം. നാരായണൻകുട്ടിയുടെ അത് നല്ല സന്തോഷത്തിന്റെ ദിനമാണ്. അംജിത്ത് ഒന്നും മിണ്ടിയില്ല. മിണ്ടാണ്ട് അംജിത്തിന് ഒരു ചാൻസ് കൊടുക്കായിരുന്നല്ലേ സംസാരിക്കാൻ? ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നല്ലോ. ശ്രീലക്ഷ്മിക്ക് ശ്രീലക്ഷ്മി നന്നായി പ്രസംഗിച്ചേനെ. ശ്രീലക്ഷ്മിയും വിളിച്ചില്ല ആരും. എന്താ അത്? അവരൊക്കെ പെട്ടെന്ന് പോയി. ശ്രീലക്ഷ്മി നന്നായി സംസാരിക്കും. നല്ല ലാംഗ്വേജ്. നല്ല കവിതയൊക്കെ പറയുന്ന ആളാണല്ലോ. ശരിയാ. അത് ശ്രീലക്ഷ്മി, അംജിത്ത്, പിന്നെ ആരൊക്കെ മിസ്സായത്? അംജിത്തും പോയി. അംജിത്ത് വന്നിട്ടില്ലായിരുന്നല്ലോ. ഇബ്രാഹിം മിസ്സായി. We can close the room and wind up. Shall I close it? Now. നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന ഞാൻ പോണോ? അല്ല, എല്ലാവർക്കും വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. വൈൻഡ് അപ്പ് ചെയ്യണം. So good night all. I am about to stop the meeting. Thank you so much. Enjoy. വീണ്ടും നമുക്ക് കാണാം. വീണ്ടും കാണാം. അടുത്തൊരു പരിപാടി വീണ്ടും നമുക്ക് കാണാം. Thank you so much. ബൈ ബൈ.